ഹായ് ഫ്രണ്ട്സ്, ഞാനൊരു 4 മണി പലഹാരം ഉണ്ടാക്കണതിൻ്റെ വീഡിയോ കാണിച്ചു തരാം നിങ്ങൾക്ക്. പെട്ടെന്ന് ഉണ്ടാക്കാം, ഒരു 10 മിനിറ്റ് മതി. കുട്ടികൾ വരാൻ നേരത്തേക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പലഹാരമാണ്. ഇപ്പോൾ ചക്കയുടെ സീസണാണ്. ഇഷ്ടംപോലെ ചക്കപ്പഴം ഉണ്ടല്ലോ വീടുകളിൽ. ചില വീടുകളിലില്ല, ഇല്ലാത്തടത്ത് വാങ്ങിച്ച് ഉണ്ടാക്കുക. അപ്പം ഇത് ഏറ്റവും നല്ലത് കൂഴച്ചക്കയാണ്. കൂഴച്ചക്ക ആദ്യമായിട്ട് ഞാൻ റെസിപ്പിയെല്ലാം എടുത്ത് കാണിക്കുന്നില്ല, ഞാൻ ചുരുക്കി എടുക്കുന്ന വീഡിയോ ആണ്. ഇതാ നോക്കുക, കൂഴച്ചക്ക നമ്മൾ മിക്സി എടുത്തിട്ട് കുരു കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം. എന്നിട്ട് വൃത്തിയാക്കി എടുത്തിട്ട് കൂഴച്ചക്ക അതിനകത്തേക്ക് മിക്സിയിലേക്ക് കുരു കളഞ്ഞിടണം. അതിലോട്ട് നമ്മൾ ജീരകം, ഏലക്ക അത് പൊടിച്ചത് അതിലോട്ടിടണം. പിന്നെ കുറച്ച് തേങ്ങ ഇടണം. പിന്നെ ഇതെല്ലാം കൂടി നമ്മൾ ഒറ്റ അടി അടിച്ചാൽ മതി. ഒന്ന് അടിച്ചു വരുമ്പോഴത്തേക്ക് അത് നല്ല കുഴമ്പ് വരുവാകും. പിന്നെ നമുക്ക് ശർക്കര വേണമെങ്കിൽ ഇത്തിരി ശർക്കരയും കൂടി അതിനകത്തേക്ക് ഇട്ടിട്ട്, മധുരം വേണ്ടവർക്ക് കേട്ടോ, കട്ട മധുരം വേണ്ടവർക്ക് കുറച്ച് ശർക്കരയും കൂടെ അതിനൊക്കെ ഇട്ടിട്ട് ഒന്നുകൂടി കറക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്തേക്ക് കുറച്ച് തേങ്ങ ചിരണ്ടി ഇതും കൂടെ ഇട്ടിട്ട് നമ്മളൊരു പാത്രത്തിലിട്ട് മാറ്റിയിട്ട് അതിലോട്ട് നമ്മൾ ഈ പൊൻകതിർ പുട്ടുപൊടിയുടെ പൊടി, നല്ല പൊൻകതിർ വാങ്ങിക്കാൻ കിട്ടും, നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടണം. ആ പൊൻകതിർ പുട്ടുപൊടിയുടെ പൊടിയും കൂടി അതിലിട്ട് നമ്മൾ നല്ലോണം കുഴച്ചെടുക്കണം. ഒരു പിഞ്ച് ഉപ്പ് ഇടണം, കാരണം മധുരം ബാലൻസ് കിട്ടാൻ വേണ്ടി ഇച്ചിരി ഉപ്പിട്ട് നമ്മൾ കുഴച്ചെടുത്ത് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് അതിനകത്ത് നമ്മൾ ഏറ്റവും നല്ലത് വാഴയിലും നല്ലത് വഷ്ണയില എന്നും പറഞ്ഞ ഇലയുണ്ട്. വഷ്ണയില കണ്ട, വഷ്ണയില നമ്മുടെ പറമ്പിലൊക്കെ ധാരാളമുള്ള വഷ്ണയില എന്ന് പറയും, കറുവപ്പട്ട ഇല എന്ന് പറയും. ഈ ഇല നമ്മൾ കുമ്പിളാക്കി കുത്തിയെടുക്കണം. കണ്ട, ഈർക്കിലി എടുത്തിട്ട് അത് കുമ്പിൾ രൂപത്തിലാക്കി എടുക്കണം. അതാണ് കുമ്പിളപ്പം എന്ന് പറയുന്നത്. കണ്ട, കുമ്പിളായിട്ട് നിൽക്കണം. കണ്ട, കുമ്പിൾ കണ്ട, കുമ്പിളാക്കിയിട്ട് നമ്മളൊരു ഈർക്കിലി കൊണ്ട് അത് കുമ്പിൾ രൂപത്തിലാക്കി കുത്തിയെടുക്കണം. എന്നിട്ട് നമ്മൾ അതിലേട്ട് ഈ എടുത്ത് വെച്ച നമ്മൾ ഉണ്ടാക്കി വെച്ച ബാറ്ററി കുറേശ്ശെ ഇട്ടിട്ട് അതിങ്ങനെ അടച്ച് നമ്മൾ അപ്പച്ചെമ്പിൽ വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ച് കഴിഞ്ഞിട്ട് വേവിക്കാനുള്ള സമയം മതി. 10 മിനിറ്റ് വെന്ത് കഴിയുമ്പോൾ ഇതാ കുമ്പളപ്പം റെഡി. അല്ല, കുമ്പളപ്പം റെഡി. ഏറ്റവും സ്വാദിഷ്ടമായ ഭക്ഷണമാണ്, നമ്മുടെ ശരീരത്തിന് നല്ലതാണ്, ക്യാൻസർ ഉണ്ടാകത്തില്ല. പിന്നെ നമ്മൾ ഈ ചോറിന് പകരമൊക്കെ ഇത് കഴിച്ചാൽ മതി. ചോറൊക്കെ ഇപ്പോൾ എല്ലാവരും കുറച്ച് കൊണ്ടുവരുമോ, മിതമായ ചോറ് കഴിച്ചിട്ടാണ് എല്ലാവർക്കും ഷുഗർ, പ്രഷറൊക്കെ വരുന്നത്. ചോറ് നമ്മൾ വളരെ കുറയ്ക്കുക. ചോറിന് പകരം ഇത് കഴിക്കാൻ നല്ലതാണ്. പിന്നെ വൈകിട്ട് ചായക്ക് കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴൊക്കെ കൊടുക്കാൻ നല്ലതാണ്. അങ്ങനെ നല്ലൊരു വിഭവസമൃദ്ധമായ ഒരു ഫുഡാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം അത് അടുപ്പയിൽ വെച്ചാൽ മണം വരുമ്പോൾ തന്നെ നമുക്ക് അവിടെ ദൂരേന്ന് കേൾക്കാം ഭക്ഷണയിലയുടെ മണം, കറുവപ്പട്ടയുടെ മണം വരും. നല്ല പച്ചയില എടുക്കണം കേട്ടോ. അങ്ങനെ നല്ലൊരു വിഭവമാണ്, എല്ലാവരും ഒന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കുക. ചിലർക്കൊക്കെ അറിയാമായിരിക്കും, അറിയാനില്ലാത്തവർക്ക് വേണ്ടി കാണിക്കുന്ന ഒരു വീഡിയോ ആണ്. അങ്ങനെ ശരി, എന്നാൽ ഓക്കെ, ബായ്.